എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനേ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനേ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു ദൈവവചനം വായിച്ച് അതിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനങ്ങളോ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസമില്ലായിരിക്കാം. ദൈവം നമ്മളോട് ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6:26 മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 26. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ധാന്യം ശേഖരിച്ച് വയ്ക്കുന്നതുമില്ല, എങ്കിലും ദൈവം അവയെ പുലർത്തുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ധാന്യം ശേഖരിച്ച് വയ്ക്കുന്നതുമില്ല, എങ്കിലും ദൈവം അവയെ പുലർത്തുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി തന്നുവെങ്കിൽ അവൻ സകലവും നമ്മൾക്ക് നൽകാതിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവമക്കളെ, എന്തിനു വിഷമിക്കുന്നു? എന്തിനാണ് ഈ ഉത്കണ്ഠ? എന്തിനാണ് ഈ ചിന്താഭാരം? എന്തുടുക്കും, എന്ത് കഴിക്കും, എങ്ങനെ ജീവിക്കുമെന്ന് ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? അവൻ നമ്മളെ പുലർത്തുന്നില്ലേ? നമ്മളെ പരിപാലിക്കുന്ന ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ നാം എന്തിനാണ് ഈ ദുഃഖങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നത്? അവൻ നമ്മളെ ഐശ്വര്യമായി നടത്തുകയില്ലേ? അവൻ്റെ കരത്തിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? അവനോടുകൂടി ഒന്ന് ചേർന്ന് നടക്കുവാൻ കഴിയുമോ? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുവാൻ ഞാൻ അവനെ ഉയർത്തുമെന്നാണ് ദൈവവചനം പറയുന്നത്. സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിൻ്റെ ഏത് വലിയ ഭാരമായാലും അവൻ്റെ കരത്തിലേക്കൊന്ന് കൊടുക്കൂ. അവൻ നമ്മളെ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുന്നെന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കഴിവുകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക. ലൂക്കോസ് 12:29 നമ്മൾ വായിക്കുമ്പോൾ, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. അവിടെ നമ്മൾ അങ്ങനെ വായിക്കുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാന കാര്യം പാപികളെ രക്ഷിപ്പാനാണ്. പാപികളുടെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അവൻ പാപികളുടെ വീട്ടിലും ചുങ്കക്കാരോടും കൂടി ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പരീശന്മാരും പലരും പുറപുറുകയുണ്ടായി. എന്നാൽ കർത്താവ് പറഞ്ഞു, ദീനക്കാർക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം, രോഗമില്ലാത്തവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല. അവനൊരു മാർഗ്ഗം കാണിച്ചു തന്നു, ജീവിക്കേണ്ടുന്ന മാതൃക. അവൻ നമ്മൾക്ക് അത് തന്നേച്ചു പോയി.
നമ്മൾ പലരും വിചാരിക്കുന്നത് ദൈവം നമ്മൾക്ക് വസ്തുവകകൾ തരാനും നല്ല ഭവനങ്ങളൊക്കെ തരാനും നല്ല വാഹനങ്ങൾ തരാനും ഭൂമിയിലുള്ള അനേക നന്മകളൊക്കെ നമുക്ക് വാരിക്കോരി തരുമെന്നാണ് നമ്മുടെയൊക്കെ ചിന്തകൾ. കർത്താവ് ഭൂമിയിൽ വന്നത് അതിനൊന്നുമല്ല എന്ന് വിചാരിക്കും. എന്നാൽ നമുക്ക് ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം നമുക്ക് ദൈവം തരും. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അവൻ അറിയുന്നു. എന്നാൽ യഥാർത്ഥമായി അവൻ ഭൂമിയിൽ ഭവനം തരാനല്ല വന്നത്. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14:1-3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അവിടെ അങ്ങനെ വായിക്കുന്നു. അപ്പോൾ കർത്താവ് വന്നതും പോയതും ഇനി രണ്ടാമത് വരുന്നതും ഒക്കെ നമുക്ക് നിത്യജീവൻ തന്ന് അവൻ്റെ കൂടെ നമ്മളെ പാർപ്പിക്കുവാനാണ് നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ അവിടെ എത്തിച്ചേരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 12:32 വായിക്കുമ്പോൾ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ എപ്പോഴും ഉയരത്തിലുള്ളതിനെക്കുറിച്ചാകട്ടെ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നും സ്ഥിരമായിരിക്കാൻ അതിൽ ശ്രദ്ധ വച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുക. കർത്താവുമായുള്ള ബന്ധം അങ്ങനെ ശക്തമായി മുന്നോട്ട് പോകട്ടെ. ശക്തമായിരിക്കുന്ന ബന്ധം കർത്താവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവുമായി നല്ലൊരു ബന്ധത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് അതിനെപ്പറ്റി നശിച്ചു പോകുന്ന അനേകം ആളുകളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. ആത്മഭാരം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. അങ്ങനെ ക്രിസ്തു എന്തിനു വന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിപ്പാൻ അവരോടൊക്കെ നമുക്ക് സാധിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകരിലേക്ക് പകരുവാൻ, അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, നമ്മൾ യേശുവുമായിട്ടുള്ള ആ ബന്ധം വളർന്ന് യേശുവിൻ്റെ നാമം ഉയരുവാൻ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. അതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിനെ പോലെ ആകുവാൻ നമുക്ക് കഴിയുമോ? അവൻ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക വെച്ചേച്ചു പോയി. യേശുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. ആ യേശുവിൻ്റെ നല്ല ക്വാളിറ്റികൾ, യേശുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളിലും നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ, ആ നിത്യത നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത നമുക്ക് അവകാശമാക്കുവാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാപിപ്പാനായി ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.